ഗുരുവായൂരിലെ ഗുരുബാബ എന്ന ആത്മീയ സാന്നിധ്യം ഡോക്ടർ മുരളി മോഹന്റെ ജീവിതത്തിൽ സൃഷ്ടിച്ച അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണിത്. സിബിഐ കേസിൽ കുടുങ്ങി വലിയ കടക്കെണിയിലായി അക്ഷരാർത്ഥത്തിൽ ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അവിശ്വസനീയമാംവിധം ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത്? ഒരു ചീട്ടുകൊട്ടാരം പോലെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജീവിതം ഒന്നാകെ തകർന്നടിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? 1998-ൽ ജോലി നഷ്ടപ്പെട്ട് പലിശയ്ക്ക് കടമെടുത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഗുരുവായൂരിലെ നിത്യമൗനിയായ ഗുരുബാബയിൽ തന്റെ അവസാന അഭയം കണ്ടെത്തുന്നത്. ഇവിടെ സംഭവിച്ച ആ വലിയ അത്ഭുതം എന്താണെന്നല്ലേ? രാത്രി 11 മണിക്ക് നെയ്വിളക്ക് കത്തിച്ച് അദ്ദേഹം ആ അന്ത്യശരണ മന്ത്രം ജപിച്ചു. അപ്പോൾ അടച്ചിട്ട ആ മുറിയിലെ ഒറ്റ എയർഹോളിലൂടെ 100 കണക്കിന് സ്വർണ്ണവർണ്ണ ചിത്രശലഭങ്ങൾ പറന്നെത്തി അവരെ പൊതിഞ്ഞു. രാത്രിയുടെ ഇരുട്ടിൽ, അതും അടച്ചിട്ടൊരു മുറിയിലേക്ക് ഇത്രയധികം സ്വർണ്ണശലഭങ്ങൾ കൂട്ടത്തോടെ വരുന്നത് വെറുമൊരു യാദൃശ്ചികതയായി തള്ളിക്കളയാൻ നമുക്കാകുമോ? തീർച്ചയായുമില്ല. ഇതൊരു കേവല സാമ്പത്തിക തകർച്ചയിൽ നിന്നുള്ള മോചനം മാത്രമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സിബിഐ കേസ് കോടതി തള്ളുകയും അദ്ദേഹത്തിന് പ്രമോഷനോടെ ജോലി തിരികെ ലഭിക്കുകയും ചെയ്തു. പിന്നീടൊരിക്കൽ അമൃതാശുപത്രിയിലെ ഐസിയുവിൽ ശ്വാസം കിട്ടാതെ മരണം മുന്നിൽ കണ്ട അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്കും ഇതേ മന്ത്രജപത്തിനൊടുവിൽ ഒരു സ്വർണ്ണശലഭം പറന്നെത്തി. അവിശ്വസനീയമെന്ന് പറയട്ടെ, അവരുടെ ഓക്സിജൻ നില പെട്ടെന്ന് പഴയപടിയായി. പൂർണ്ണമായ വിശ്വാസത്തോടെയുള്ള ശരണാഗതിക്ക് ജീവിതത്തിലെ എത്ര വലിയ ഇരുട്ടിനെയും മാറ്റി പ്രകാശം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഈ അത്ഭുത അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.